ഹായ് ഓൾ, വെൽക്കം ടു മൈ മെൻറ്റർ PSC ആപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ്. അതായത് കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിഗ്രി ലെവൽ, അതുപോലെ നമ്മുടെ 10th ലെവൽ, +2 ലെവലൊക്കെ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെടുന്ന കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു സെക്ഷനിൽ ഞാൻ ടോപ്പിക് വൈസ് ആണ് ചോദ്യങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം പഠിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഭാഗം മുഴുവൻ പഠിച്ചു പോകുന്ന രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണണം. ഈ ക്ലാസ്സിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ, മൈ മെൻറ്റർ PSC ആപ്പിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഇത് ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഏത് കമ്മീഷനാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ഒരു വാചകമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെ നമ്മൾ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറയണം. ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഏത് കമ്മീഷനാണെന്നാണ്. 4 കമ്മീഷൻ്റെ പേര് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബ്രെഡ്ലാൻഡ് കമ്മീഷനാണ് കേട്ടോ. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രെഡ്ലാൻഡ് കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പം സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSCയുടെ ഒരു ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഓപ്ഷനുകൾ എന്തൊക്കെയായിരുന്നു? കോത്താരി കമ്മീഷൻ നമുക്ക് ഓപ്ഷന് തന്നിട്ടുണ്ട്, മൽഹോത്ര കമ്മീഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ബ്രെട്ടൺ വുഡ് സമ്മേളനം. ഇങ്ങനെ 4 ഓപ്ഷനുകളിൽ നിന്ന് നമ്മൾ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. ഓക്കെ, അടുത്തത് എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബിയിൽ കോത്താരി കമ്മീഷനാണ്. നമുക്കറിയാം കോത്താരി കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് അല്ലേ. എന്താണ്? 1964 അപ്പോയിന്റ് ചെയ്ത കോത്താരി കമ്മീഷൻ എന്താണ്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. നമ്മൾക്കറിയാം 10+2+3 എന്ന് പറയുന്ന പാറ്റേണിലെ നമ്മുടെ എഡ്യൂക്കേഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. 1964 അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. 66 റിപ്പോർട്ട് സമർപ്പിച്ച് 1968 ആദ്യത്തെ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വരുന്നു. അത് ഏത് പാറ്റേൺ ആണ്? 10+2+3. അപ്പോൾ അതാണ് കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്തത് മൽഹോത്ര കമ്മീഷനാണ്. 1993 മൽഹോത്ര കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് എന്തുമായി ബന്ധപ്പെട്ട കമ്മീഷനാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ പരിഷ്കരണങ്ങൾ. അപ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിലെ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഏത് കമ്മീഷൻ? മൽഹോത്ര കമ്മീഷൻ. ക്ലിയർ ആണല്ലോ. അടുത്ത എന്തായിരുന്നു ഓപ്ഷനിലുള്ളത്? ബ്രെട്ടൺ വുഡ് സമ്മേളനമാണ് അല്ലേ. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു കോൺഫറൻസ് സംഘടിപ്പിച്ചു. നമ്മുടെ ആഗോള സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ളൊരു കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസിലാണ് ലോകബാങ്കും IMFും രൂപീകരിക്കാനായിട്ടുള്ള കാരണമായത്. ഓക്കെ, അപ്പോൾ ലോകബാങ്കും IMFും രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനമാണ് ബ്രെട്ടൺ വുഡ് സമ്മേളനം. അതുകൊണ്ട് തന്നെ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന 2 എണ്ണമാണ്. ഏത് 2 സംഘങ്ങളാണ്? ലോകബാങ്കും അതുപോലെ തന്നെ എന്ത് IMFും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. ലോകബാങ്കും IMFും രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ബ്രെട്ടൺ വുഡ് സമ്മേളനം. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാർ ആരൊക്കെയാണെന്നറിയണം. RK ഷൺമുഖൻ ചെട്ടി, അതുപോലെ തന്നെ CD ദേശ്മുഖ്, അതുപോലെ തന്നെ ആരാണ്? BK മദൻ. ആരൊക്കെയാണ്? RK ഷൺമുഖൻ ചെട്ടി, അതുപോലെ തന്നെ CD ദേശ്മുഖ്, മറ്റൊരാൾ ആരായിരുന്നു? BK മദൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി 4 ഓപ്ഷൻസ്, ബ്രെഡ്ലാൻഡ് കമ്മീഷൻ എന്താണെന്ന് പഠിച്ചു, കോത്താരി കമ്മീഷൻ പഠിച്ചു, മൽഹോത്ര കമ്മീഷൻ പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് ബ്രെട്ടൺ വുഡ് സമ്മേളനത്തെക്കുറിച്ചും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം മുഴുവനായിട്ട് പഠിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു പ്രദേശത്തെ 20 അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. അപ്പം ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുടുംബശ്രീയൊക്കെ ഓർമ്മ വരും അല്ലേ. അപ്പം കുറച്ച് അംഗങ്ങൾ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സംഘങ്ങൾ രൂപീകരിക്കുന്നു. അവിടെ നിശ്ചിത തുക ഇങ്ങനെ നിക്ഷേപിക്കുന്നു.
ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ നൽകുന്നു. അപ്പം ബാങ്കുകൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ എന്ത് ചെയ്യുന്നു? ബാങ്ക് വായ്പകൾ അനുവദിക്കും. അങ്ങനെ രണ്ടു രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു. ഈ സമ്പ്രദായത്തെ എന്തെന്നാ പറയുന്നേ? മൈക്രോ ഫിനാൻസ് എന്നാണ് പറയുന്നത്. മൈക്രോ ഫിനാൻസ് എന്നാണ് പറയുന്നത്. എന്താണ്? ഇപ്പം ചെറിയ ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. ആ സംഘങ്ങൾ ഒരു നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു. ഈ സംഘങ്ങൾക്ക് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ പലിശയിൽ ലോണുകൾ നൽകുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടു രീതിയിൽ കിട്ടിയ പണം എന്താണ്? മൂലധനം, ക്യാപിറ്റൽ ആയിക്കൊണ്ട് അംഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വായ്പകൾ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ എന്താണ് നടക്കുന്നതിനെ നമ്മൾ മൈക്രോ ഫിനാൻസിങ് എന്നാണ് പറയുന്നത്. ഈ ഒരു സമ്പ്രദായത്തെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മൈക്രോ ഫിനാൻസ്. നമ്മുടെ കുടുംബശ്രീ ഒക്കെ ഈ ഒരു ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. കുടുംബശ്രീയിൽ അങ്ങനെയല്ലേ? കുറച്ച് പേര് 20 പേര് ചേർന്നൊരു ഗ്രൂപ്പ് ആവുന്നു, അവരൊരു കുടുംബശ്രീ രൂപീകരിക്കുന്നു, അവർക്ക് സ്വന്തമായിട്ട് നിക്ഷേപ പദ്ധതികളുണ്ട്, ബാങ്കുകൾ അവർക്ക് ലോൺ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോകുന്ന സമ്പ്രദായത്തെ മൈക്രോ ഫിനാൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? മൈക്രോ ഫിനാൻസ് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തുള്ളത് ഇതൊക്കെ ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണ്. അപ്പോൾ എന്താണ് ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ അറിയണം. എന്താണ്? ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്ന് പറയും. അപ്പം ധനകാര്യ സ്ഥാപനമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നമ്മളൊരു ബാങ്ക് ചെന്ന് നമുക്ക് കിട്ടുന്ന സേവനങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല അവിടെ കിട്ടുന്നത്. എല്ലാ സേവനങ്ങളും അവിടെ നിന്ന് കിട്ടില്ല. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ. ബാങ്കിൻ്റെ പ്രവർത്തനമെല്ലാം ഉണ്ടാകും, ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കും, പക്ഷേ എന്താണ്? സേവനങ്ങൾ, ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും എന്ത് ചെയ്യുന്നില്ല? അവിടുന്ന് ലഭ്യമാകുന്നില്ല. ആണല്ലോ? അപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ, LIC, GIC പോലെയുള്ള ഇൻഷുറൻസ് കമ്പനികൾ അതിനൊരു എക്സാമ്പിൾ ആണ്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ അതിനൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ KSFE പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ എന്താണ്? ബാങ്ക് ഇതര സ്ഥാപനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് KSFE പോയി നമ്മൾ എന്താണ് സ്വർണ്ണ പണയ വായ്പ എടുക്കുന്നുണ്ട്, ചിട്ടികളൊക്കെ ചേരുന്നുണ്ട്, ബാങ്ക് പോലെ പ്രവർത്തിക്കുന്നുണ്ട്, ധനകാര്യ രംഗത്തുമാണ് പ്രവർത്തിക്കുന്നത്. ബാങ്ക് പോലെയല്ല, ധനകാര്യ രംഗത്താണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ സേവനങ്ങൾ എന്തല്ല? ബാങ്ക് നൽകുന്ന സേവനങ്ങളല്ല അവർ തരുന്നത്. ആണല്ലോ? അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്താണ്? ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ KSFE പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ പറയുന്ന ബാങ്ക് ഇതര സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. മറ്റൊരു ഓപ്ഷൻ എന്തായിരുന്നു? മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്താണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ? നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുകയും ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ. ഈ പറഞ്ഞ രണ്ട് ഡെഫിനിഷനുകളും നമ്മുടെ പഴയ SCERT ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ ചോദ്യവും അതുപോലെ തന്നെ എന്താണ്? പഴയ SCERT ടെസ്റ്റിലാണ്. പുതിയ SCERTയിൽ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് ചെറിയ എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന ഡെഫിനിഷൻസ് ഒക്കെ തന്നെ നമ്മൾ പഴയ ടെസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്? നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? അത് ഒന്നുകിൽ ഓഹരി കമ്പോളത്തിലോ കടപ്പത്രങ്ങൾ, അതുപോലെ തന്നെ അടിസ്ഥാന വികസന മേഖലയിലൊക്കെ നിക്ഷേപിക്കും അല്ലേ? പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭമായാലും നഷ്ടമായാലും ആ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത എന്താ? ഇൻഷുറൻസ് കമ്പനികൾ. നമുക്കറിയാം എന്താണ്? വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങൾ. നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? എല്ലാവരും ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പം നമ്മുടെ സ്വത്തിനും അതുപോലെ തന്നെ ജീവനുമൊക്കെ സംരക്ഷണം ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതൊക്കെ തന്നെ എന്താണ്? ബാങ്ക് ഇതര സ്ഥാപനങ്ങളാണെന്ന് ഓർത്തു വെച്ചിരിക്കാം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യം നമ്മളോട് SCERT, ഏറ്റവും പുതിയ SCERTയുടെ 8ാം ക്ലാസ് ടെക്സ്റ്റിനകത്ത് അതുപോലെ കിടക്കുന്നൊരു കാര്യമാണ് ഈ ഒരു ചോദ്യത്തിൽ എടുത്തിരിക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ചുവടെ തന്നിരിക്കുന്ന ഏത് ചോദ്യത്തിലാണ് എന്നുള്ളതാണ്. നമുക്ക് ആൻസറിലേക്ക് വരാം.
അതായത് എന്താണ് ഇവിടെ 4 ഓപ്ഷൻ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള 4 ഓപ്ഷനാണ്. നമ്മുടെ SCERT ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ SCERT ടെക്സ്റ്റിനകത്ത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 8ാം ക്ലാസ്സിലെ SCERT ടെസ്റ്റിലാണ് ആ ചാപ്റ്റർ വരുന്നത്, ബേസിക് എക്കണോമിക് പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു ഇതിൽ സാധനങ്ങളുടെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം എന്തൊക്കെ അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒരു രാജ്യത്ത് സാധനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സേവനങ്ങളെക്കുറിച്ചും എന്തൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും 3 പ്രശ്നങ്ങൾ. എന്തുൽപ്പാദിപ്പിക്കണം, അല്ലേ, നമ്മുടെ രാജ്യത്ത് എന്തുൽപ്പാദിപ്പിക്കണം, വാട്ട് ടു പ്രൊഡ്യൂസ്, അങ്ങനെ ആണെങ്കിൽ അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ തന്നെ ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 കാര്യങ്ങളാണ് അടിസ്ഥാനപരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്ത്, എങ്ങനെ, ആർക്ക്, ഈ 3 ചോദ്യങ്ങളാണ്. അതിന് കൃത്യമായി തന്നെ നമ്മുടെ ആ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്, എന്തുൽപ്പാദിപ്പിക്കണം. അപ്പം എങ്ങനെയാണ് ഒരു രാജ്യത്ത് എന്തുൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത്? ഓരോ രാജ്യവും അവരുടെ ലഭ്യമായ വിഭവങ്ങൾ, അല്ലേ, നമ്മുടെ രാജ്യത്ത് നമ്മളുടെ ലഭ്യമായിട്ടുള്ള കുറേ അധികം റിസോഴ്സസ് ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ കാര്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും എന്ത് ചെയ്യണം, മുൻഗണന അനുസരിച്ച് തന്നെ അത് തീരുമാനിക്കും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക. അത് എത്ര അളവിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതും തന്നെ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ നേരത്തെ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിലൊരു സന്തുലിതാവസ്ഥ കൈവരിക്കേണ്ടതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇന്ന കാര്യങ്ങൾ ലഭ്യമാണ്, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈഡ് ആവണം. നമുക്ക് ഈ വിഭവം കൊണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, രാജ്യം അതനുസരിച്ചുള്ള ഉൽപ്പാദനം ഉണ്ടാക്കണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ഇത് തമ്മിലൊരു ബാലൻസ്ഡ് ഫോമിൽ പോകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻഗണന അനുസരിച്ചൊരു തീരുമാനമെടുക്കുന്നത്. അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അപ്പം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെയാണ്, സാങ്കേതിക രീതിയുമായിട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ പറയുന്ന എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അല്ലേ. സാങ്കേതിക രീതി ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്രയും വരുന്ന കാര്യങ്ങൾ ഈ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളത് സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടത്, ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് എന്തുൽപ്പാദിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, വിഭവങ്ങൾ എടുക്കുക. അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ളത് ആ വിഭവങ്ങൾ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പം അത് സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അടിസ്ഥാന പ്രശ്നമാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അടുത്ത എന്താണ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, അപ്പം എന്താണ്, ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കണം, അല്ലേ. ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ജനങ്ങൾക്ക് നൽകണം. അങ്ങനെ അത് വിതരണം ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നുള്ളതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി നമ്മുടെ SCERT ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള അതേ സെൻറ്റൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാം വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പം ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്താണ്, ഈ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാവണം. അതാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ടായിരുന്നു, അല്ലേ. അപ്പം സാങ്കേതിക രീതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ചോദ്യം ഏതാണ്, അടിസ്ഥാന പ്രശ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ് ഉത്തരം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഓപ്ഷൻ ബി ആണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. എന്നുള്ളത് നമ്മുടെ റിസോഴ്സസ് അനുസരിച്ച് അല്ലെങ്കിൽ വിഭവങ്ങൾ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും. അതെങ്ങനെ എന്നുള്ളത് സാങ്കേതിക വിദ്യയുടെ രീതി അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ആർക്ക് എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ എങ്ങനെ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ 3 കാര്യങ്ങൾ ക്ലിയർ ആണ്. എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി. ഓക്കെ ആണല്ലോ. നിങ്ങളുടെ SCERTയുടെ ഏറ്റവും പുതിയ 8ാം ക്ലാസ്സിലെ SCERTയിൽ കിടക്കുന്ന അതേ കാര്യമാണ് PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്
മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം എന്താണ്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം സാമ്പത്തിക മേഖല. അപ്പോൾ ഈ പറയുന്ന ഹോട്ടൽ വ്യവസായം ഏത് മേഖലയാണ്? ഹോട്ടൽ വ്യവസായം തൃതീയ മേഖലയാണ്, നമുക്കറിയാം അല്ലേ. തൃതീയ മേഖല, ടേർഷറി സെക്ടറിലാണ് ഹോട്ടൽ വ്യവസായവും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉൾപ്പെടുന്നത്. നമുക്ക് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലയിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന് കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ. പ്രാഥമിക മേഖല നമുക്ക് ആദ്യം നോക്കാം അല്ലേ. കൃഷി അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അഗ്രികൾച്ചർ സെക്ടറാണ്. അത് എന്താണ്? പ്രാഥമിക മേഖലയിൽ വരും. ഓക്കെ ആണല്ലോ. അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടാണ് പ്രാഥമികം. വനപരിപാലനവും എന്ത് തന്നെയാണ്? പ്രാഥമിക മേഖലയാണ്. കൃഷിയുമായി ഏറ്റവും അടുത്ത് ഉള്ള ബന്ധമാണ് വനപരിപാലനം. മത്സ്യബന്ധനവും എന്ത് തന്നെയാണ്? പ്രാഥമിക മേഖലയാണ്. ഖനനം, പാറപൊട്ടിക്കൽ പോലെയുള്ള പ്രവൃത്തി എന്താണ്? അതും പ്രാഥമിക മേഖലയാണ്, പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പം പ്രാഥമിക മേഖലയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി. അടുത്തത് നെക്സ്റ്റ് എന്താണ്? ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് പോകുമ്പോൾ ദ്വിതീയ മേഖല, വ്യവസായ മേഖല ഒരു ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടും. വ്യവസായ മേഖല ദ്വിതീയ മേഖലയാണ്. വൈദ്യുതി ഉൽപ്പാദനം ദ്വിതീയമാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം ഇതൊക്കെ തന്നെ എന്താണ്? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അത് ദ്വിതീയ മേഖലയാണ്. ഇനി അടുത്തത് ടേർഷറി സെക്ടറാണ്, തൃതീയ മേഖല. സർവീസ് സെക്ടർ എന്തൊക്കെയാണ്? ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്ത്? ഹോട്ടൽ വ്യവസായം ടേർഷറി സെക്ടറാണ്, തൃതീയ മേഖലയാണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ബാങ്കിങ്, ഇൻഷുറൻസുകൾ എവിടെയാണ്? ടേർഷറി സെക്ടറിൽ വരും. വാർത്താവിനിമയം, റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സംഭരണം ഇതൊക്കെ എവിടെയാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ്. അപ്പം ഏത് മേഖലയിലാണ്, ഏത് സെക്ടറിലാണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം. നമ്മൾ എപ്പോഴും പഴയ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ പ്രാഥമികം, ദ്വിതീയം, തൃതീയം അത് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് കണ്ടോ? നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ ഒരു ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ കുറേയധികം സാമ്പത്തിക പ്രവർത്തനങ്ങൾ തന്നിട്ട് ഇതിൽ എന്താണ് ഈ പറയുന്ന പ്രസ്താവന ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? അതിലവർ പ്രാഥമികം അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ 1, 2, 3 ആണോ? അല്ലെങ്കിൽ ദ്വിതീയം ഏതൊക്കെയാണ്? സേവന മേഖല ഏതാണ്? ഇവയൊന്നുമല്ല. അങ്ങനെ 4 ഓപ്ഷനുകളാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? 3 മേഖലകളും അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? കൃഷി ഏത് മേഖലയാണ്? നമുക്കറിയാം, ഫസ്റ്റ് ആണല്ലേ. ആദ്യത്തെ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് കൃഷി. അതുപോലെ തന്നെ ഖനനവും പാറപൊട്ടിക്കലും എന്ത് തന്നെയാണ്? ഫസ്റ്റ് സെക്ടറാണ്, നമ്മുടെ പ്രൈമറി സെക്ടറിൽ വരുന്ന, പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. അടുത്തത് ഉൽപ്പന്ന നിർമ്മാണ മേഖലയൊക്കെ ഏതാണ്? സെക്കൻഡറി സെക്ടറാണ്. സെക്കൻഡറി സെക്ടർ തൊട്ടുമുന്നേ നമ്മൾ പഠിച്ചതാണ്. വൈദ്യുതി, ഗ്യാസും ജലവിതരണവും ഒക്കെ എന്താണ്? സെക്കൻഡറി സെക്ടറാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്? സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ്. അപ്പം ഇത് രണ്ടും ഫസ്റ്റ് ആണ്. എന്താണ്? ഇത് മൂന്നും സെക്കൻഡറി സെക്ടർ. വ്യാപാര മേഖല ഒരു സർവീസ് സെക്ടറിൽ വരും, അത് ടേർഷറി ആണ്. ഗതാഗതം, സംഭരണം തൊട്ടുമുന്നേ നമ്മൾ പഠിച്ചു, ടേർഷറി സെക്ടറാണ്. സേവനങ്ങളൊക്കെ എന്താണ്? സേവന മേഖലയിലേക്ക്, സർവീസ് മേഖലയിലേക്ക് പോകും, അതെന്താണ്? ടേർഷറി സെക്ടറാണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1ഉം 2ഉം എന്താണ്? പ്രൈമറി സെക്ടറാണ്. 3ഉം 4ഉം 5ഉം സെക്കൻഡറി സെക്ടറാണ്. എന്താണ്? വ്യാപാരം, ഗതാഗതം, സേവനങ്ങളൊക്കെ ടേർഷറി സെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷനുകൾ പ്രാഥമിക മേഖല എന്ന് പറഞ്ഞ 1ഉം 2ഉം 4ഉം തന്നിട്ടുണ്ട്, അപ്പോൾ അത് തെറ്റാണ്. ദ്വിതീയം 2, 3, 4, 5 തന്നിട്ടുണ്ട്, അത് തെറ്റാണ്. 2, 3, 4, 5 2 വരുമ്പോൾ തന്നെ ആൻസർ തെറ്റാണ്, അപ്പോൾ അത് തെറ്റാണ്. സേവന മേഖല ഏതൊക്കെയാണ്? 4, 6, 7, 8 4, 6, 7, 8 എന്നാണ്. അപ്പം എന്താണ്? 4 എന്ന് പറയുന്നത് വൈദ്യുതി, ഗ്യാസ്, ജലവിതരണമാണ്. അത് ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അതും തെറ്റാണ്. അപ്പോൾ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഒരു ചോദ്യം ഇങ്ങനെ PSCക്ക് തരാം, പല മേഖലകളും മിക്സാക്കി തന്നിട്ട് ഇതിനകത്തും നമുക്ക് ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അതിനെ ജോഡി ചേർക്കാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ആ മേഖലകളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പം മേഖലകളുമായി, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാഥമികം, ദ്വിതീയം, തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ഇനി നമുക്ക് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട PSC ഇപ്പോൾ അടുത്തിടെയായിട്ട് എല്ലാ ചോദ്യപേപ്പറും നമുക്ക് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ കാണാം അല്ലേ. ചെറുതായാലും വലുതായാലും പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് കൃത്യമായി പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചിട്ട് പോകണം, റിവൈസ് ചെയ്യണം. ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിക്കാത്തവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ അറിയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെടുന്ന എല്ലാ ചോദ്യങ്ങളും പ്രധാന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യം ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. എന്താണ്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? വളർച്ച, ആധുനികവൽക്കരണം, ആരോഗ്യം, സ്വാശ്രയത്വം. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. നമ്മൾ ആദ്യം നോക്കുന്നു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ഒന്ന്, സാമ്പത്തിക വളർച്ച അല്ലേ. എന്തിനാണ്? സാമ്പത്തികമായി വളർച്ച എന്നുള്ളത് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. സമത്വം, സാമ്പത്തിക വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും അത്യാവശ്യം സാമ്പത്തികമായി ഒരേപോലെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സമത്വം ഉണ്ടാകും. മറ്റൊന്ന് എന്താണ്? ആധുനികവൽക്കരണം സാമ്പത്തിക അതുപോലെ തന്നെ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. മറ്റൊന്ന് സ്വാശ്രയത്വമാണ്. ഓക്കെ, സ്വാശ്രയത്വം. അപ്പോൾ ഈ 4 എണ്ണമാണ് പ്രധാനമായി പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മുടെ ആൻസർ സി, ആരോഗ്യം എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത്. ബാക്കി വളർച്ചയും അതുപോലെ തന്നെ ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും എന്ത് തന്നെയാണ്? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. അപ്പം കൃത്യമായി നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ഇങ്ങനെ. ഇനി വേറൊരു എക്സാമിന് ചോദിച്ചത് ഇങ്ങനെയാണ്. എന്ത്? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യാണ് അവർ? ഓപ്ഷനുകളിൽ 2 എണ്ണം മിക്സ് ചെയ്താ തരുന്നത്. വളർച്ച, ആധുനികവൽക്കരണം, അതാണല്ലോ, അതാണ്. അടുത്ത ഓപ്ഷൻ തന്നിരിക്കുന്നത് ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നുള്ളതാണ്. അതും ശരിയല്ലേ? അടുത്തത് എന്താണ്? സ്വാശ്രയത്വം, സമത്വം എന്ന് തന്നിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പോൾ ഇങ്ങനെയും PSC ചോദിക്കാം. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഞാൻ പറഞ്ഞതാണ് ഈ പല രീതിയിൽ ലക്ഷ്യങ്ങൾ തന്നെ PSC 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മൾ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ പഠിച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 1-ാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ നമുക്കറിയാം, KN രാജാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച മലയാളി. അദ്ദേഹമാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത്. 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951 ആരംഭിച്ച് 56 വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഏത് എന്ന് പറയുന്നത്? 1-ാം പഞ്ചവത്സര പദ്ധതി. 1-ാം പഞ്ചവത്സര പദ്ധതി KN രാജാണ് അതിൻ്റെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്കറിയാം എന്താണ്. അപ്പോൾ മലയാളി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ഉത്തരം? KN രാജാണ്. 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ കൃഷി, അതുപോലെ തന്നെ ജലസേചനം, വൈദ്യുതീകരണം ഒക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങളിൽ പെടുന്നത്. 1951-56 പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1952 കുടുംബാസൂത്രണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. 1952 എന്നാണ് ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചിരിക്കുക. 52 UGC വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ്? ഹിരാക്കുഡ്, ഭക്രാനങ്കൽ, ദാമോദർ വാലിയൊക്കെ വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തിലാണ്. അതുപോലെ തന്നെ 1955 തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? KN രാജ മലയാളി 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന മലയാളി ആരായിരുന്നു എന്നായിരുന്നു. ഉത്തരം എന്താണ്? KN രാജാണ്. ഓക്കെ ആണല്ലോ? അപ്പം ആ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, M കുഞ്ഞാമൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ അടുത്തിടെ മരിച്ചുപോയ സാമ്പത്തിക വിദഗ്ധനാണ് ഈ ഡോക്ടർ M കുഞ്ഞാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം PSC ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചോദ്യം കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ M കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതായിരുന്നു. അപ്പം ആ സമയത്ത് ന്യൂസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും PSC ആ ഒരു ചോദ്യത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിര് എന്നുള്ളത്.
അദ്ദേഹത്തിൻ്റെ ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ജീവചരിത്രമാണ് എതിര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അടുത്തത്, അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനം കുരിശ്ശിയിൽ 1943 ജനിച്ചു. അപ്പം ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ജനിച്ചത്, വാടാനം കുരിശ്ശിയിലൊക്കെ തന്നെയാണ് ജനിച്ചത്. ആകെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, 1943 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1949 അദ്ദേഹം ജനിച്ചത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തത്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. അപ്പോൾ ഏതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് എന്താ? 2023 ഡിസംബർ മാസം 3 അദ്ദേഹം മരണമടഞ്ഞത്. അപ്പോൾ അദ്ദേഹം മരണമടഞ്ഞത് ഡിസംബർ മാസം 3, 2023. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പം ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അധികം പ്രസ്താവനകൾ നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? എതിര് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്ന് പറയുന്നത്. ഈ എതിരിനെ സംബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവാർഡ് സ്വീകരിച്ചിട്ടില്ല, അത് നിരസിച്ചു. 2021 അപ്പം എതിരിന് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു, പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1 ശരിയാണ്, 3 ശരിയാണ്, 4 ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഡോക്ടർ എം കുഞ്ഞാമനെ കുറിച്ചുള്ള ചോദ്യമാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് എക്കണോമിക്സിൽ MA ഫസ്റ്റ് റാങ്ക് നേടുന്ന KR നാരായണന് ശേഷം എക്കണോമിക്സിൽ MA ഫസ്റ്റ് റാങ്ക് നേടുന്ന വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ, പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. ഓപ്ഷനിൽ ഓൾറെഡി ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി ഉണ്ടായിരുന്നു. മറ്റൊന്ന് സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ലെവൽ പ്ലാനിംഗ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ എ സബ്ലാറ്റേൺ പെർസ്പെക്റ്റീവ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്. അതിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ കേരളത്തിലെ വികസന പ്രതിസന്ധി എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ അത് ഡോക്ടർ എം കുഞ്ഞാമനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹം 1949 ഡിസംബർ 3 ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചത് 2023 ഡിസംബർ 3. ഓക്കെ. അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അടുത്ത നോക്കാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ആണല്ലോ. 1951 മുതൽ 56 വരെയാണ്. ശരിയാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ശരിയല്ലേ? അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് 1968, 1970 കാലഘട്ടത്തിലാണ്. 68-70 കാലയളവിലാണ് റോളിംഗ് പ്ലാൻ നടപ്പാക്കിയെന്നാണ് പറയുന്നത്. അതെന്താണ്? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റൊന്ന് എന്താണ്? 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2007-2012 എന്നുള്ളതാണ്. അതും ശരിയല്ലേ? അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ റോളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടക്കുന്ന സമയത്ത് 3 തവണയാണ് പലപ്പോഴായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് പഞ്ചവത്സര പദ്ധതി നിന്ന് പോയിട്ട് മറ്റ് പ്ലാനുകൾ അവിടെ വന്നിട്ടുണ്ട്. അതിലൊന്ന് പ്ലാൻ ഹോളിഡേ ആണ്. 1966 മുതൽ 69 വരെ എന്തായിരുന്നു? പ്ലാൻ ഹോളിഡേ ആയിരുന്നു. അടുത്തത് റോളിംഗ് പ്ലാൻ ആണ്. 78-80 കാലത്ത് റോളിംഗ് പ്ലാൻ ആയിരുന്നു. അതുപോലെ തന്നെ 90-92 കാലത്ത് എന്തായിരുന്നു? വാർഷിക പദ്ധതികളായിരുന്നു. അപ്പം അതൊന്ന് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. റോളിംഗ് പ്ലാനിൻ്റെ വർഷമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഇവിടെ 68-70 എന്നാണ് പറഞ്ഞത്, അല്ലല്ലോ. 78-80 എന്നുള്ളതാണ് റോളിംഗ് പ്ലാനിൻ്റെ കാലാവധി. ഓക്കെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? സി ആയിരുന്നു. അടുത്തത്, കേരള മോഡൽ വികസന പദ്ധതി. എന്തായിരുന്നു കേരള മോഡൽ വികസന പദ്ധതി എന്നുള്ളതാണ്. കുറേ തവണ PSC ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ 4 തന്നിട്ടുണ്ട്, നമുക്കറിയാം. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്ന് പറയുന്നത്. അതിൽ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഹരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് അല്ലേ? 1ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താണ്? ഹരോഡ് ഡോമർ മോഡലാണ്. 2ാമത്തെ പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡലാണ്. അടുത്തത് 5 പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്.
ധർ മോഡലാണ് 5ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. 10ാം പഞ്ചവത്സര പദ്ധതി കുറേ തവണ ചോദിച്ചിട്ടുണ്ട്, ഏതാണ്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കാം. ചോദ്യം എന്തായിരുന്നു? കേരള മോഡൽ ഏതാണ്? നമ്മുടെ 10ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നീ ആശയങ്ങൾ, എന്നീ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി. 3 ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി. ഈ 3 പ്രധാന ലക്ഷ്യങ്ങളാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതി 1ആണോ 3ആണോ 5ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ കാലയളവ് 1974 മുതൽ 1979 വരെ. 1974 മുതൽ 79 വരെ ഏത് പഞ്ചവത്സര പദ്ധതി? 5ാം പഞ്ചവത്സര പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ധർ മോഡൽ എന്നായിരുന്നു. ഞാൻ ഓൾറെഡി തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞു, ധർ മോഡൽ എന്നാണ് 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. അപ്പം പ്രധാനമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, നീതി എന്നീ ലക്ഷ്യങ്ങളോടുകൂടി പോയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നമ്മുടെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ ആണല്ലോ. അതിൽ നമ്മുടെ 20 ദിന പരിപാടികൾ, 1975 20 പരിപാടികൾ, ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് 20 പോയിന്റ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം 1975 നടപ്പാക്കി. ഓക്കെ, 1975 20 പോയിന്റ്സ് പ്രോഗ്രാം നടപ്പാക്കി. അതുപോലെ തന്നെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1974 മുതൽ 79 വരെയുള്ള പഞ്ചവത്സര പദ്ധതി പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്ന ലക്ഷ്യത്തോടു കൂടി പോയ പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ 20 പോയിന്റ് പ്രോഗ്രാംസ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ടുള്ള 20 പോയിന്റ്സ് പ്രോഗ്രാം വന്നു. ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ളൊരു ചോദ്യം നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തന്നെയാണ് അടുത്ത ചോദ്യം. അപ്പോൾ PSC ആ ഒരു പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 20 ദിന പരിപാടി. 20 ദിന പരിപാടി 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഞാൻ പറഞ്ഞു 1975 എന്താണ് 20 പോയിന്റ് പ്രോഗ്രാംസ്. അത് ആരുടെ കാലത്താണ്? ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഓക്കെ ആണല്ലോ. 20 ദിന പരിപാടി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്, 1975. ക്ലിയർ ആണല്ലോ. അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞല്ലോ, എന്താണ്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലേ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ഡി ആണ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുന്ന കുറെ അധികം ചോദ്യങ്ങൾ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് പല രീതിയിലാണെന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം അത്രയും കാര്യങ്ങൾ 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇനി മറ്റൊരു ചോദ്യം, കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം. കാർഷിക മേഖല, ചെറുകിട കുടിൽ വ്യവസായം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളതാണ്. PSC കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളത്. നബാർഡാണ്. നബാർഡ് നിലവിൽ വന്നത് എന്നുള്ളതും PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്, നബാർഡാണ്. ഞാൻ 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ഇത് ഉൾപ്പെടുത്താൻ കാരണം 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നബാർഡ് നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്തത്. 1980-85 കാലഘട്ടത്തിലാണ് ഏത് നടക്കുന്നത്? നമ്മുടെ രാജ്യത്ത് 6ാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ആ പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് നബാർഡ് നിലവിൽ വരുന്നത്. വർഷം കൃത്യമായി നിങ്ങൾ പഠിക്കണം. ഏതാണ്? 1982 ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 12. 1982 ജൂലൈ മാസം 12-ാം തീയതിയാണ് എന്ത് നിലവിൽ വരുന്നത്? നബാർഡ് നിലവിൽ വരുന്നത്. അടുത്ത എന്താ? 2ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം, നമ്മുടെ നാഷണലൈസേഷൻ, ബാങ്ക് നാഷണലൈസേഷൻ്റെ സെക്കൻഡ് ഫേസ് 2ാം ഘട്ടം വരുന്നത് 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 1980 അന്ന് 6 ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്? നാഷണലൈസ് ചെയ്തത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതും 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്.
ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ 6ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി അടുത്തത് നമ്മുടെ ഓപ്ഷനിൽ കുടുംബശ്രീ ഉണ്ടായിരുന്നു. കുടുംബശ്രീ വരുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. കുടുംബശ്രീ വരുന്നത് 9ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അതും കൂടി നമ്മൾ നോക്കി വെച്ചിരിക്കുക. 1998 മെയ് മാസം 17ാം തീയതി. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എന്നാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ആദ്യത്തെ ഫസ്റ്റ് നാഷണലൈസേഷൻ വരുന്നത് 1969 രണ്ടാമത് നമ്മൾ പഠിച്ചു, ഇപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചു 80 വരുന്നു. ആദ്യം 14 ബാങ്കുകളെ, നമ്മുടെ രാജ്യത്തെ 14 ബാങ്കുകളെ എന്താണ് നാഷണലൈസ് ചെയ്തു, ദേശസാൽക്കരിച്ചത് ഏത് പദ്ധതിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഓക്കെ, അപ്പം 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് 1969 ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമമായിട്ട് എന്ത് ചെയ്യുന്നത് ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. ഓക്കെ ആണല്ലോ? പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 4. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത് എന്നാണ്, ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 1995. അപ്പോൾ 95 ഇന്ത്യ എന്ത് ചെയ്യുന്നത് നമ്മുടെ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. അപ്പം 1992 മുതൽ 97 വരെയുള്ള പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു ആ പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വരുന്നത് ലോക വ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗമാകുന്നത്. അപ്പോൾ അത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 92 മുതൽ 97 വരെയുള്ള 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് വരുന്നത് ഇന്ത്യ വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. 95 അവരുടെ ഈ വർഷം, നമ്മൾ വർഷം കൃത്യമായി ഓർത്തു വെച്ചു, കൃത്യമായി നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ഗ്യാപ്പ് കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചോദ്യം പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അടുത്തത് വികേന്ദ്രീകരണ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. വികേന്ദ്രീകരണ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്നുള്ളതാണ്. 9 ആണോ 8 ആണോ 6 ആണോ 7 ആണോ എന്നുള്ളതാണ് ചോദ്യം. വികേന്ദ്രീകരണ ആസൂത്രണം എന്ന് പറയുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. അതിൻ്റെ ഒരു ഉപലക്ഷ്യമാണ്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യമായിട്ടാണ് ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ വികേന്ദ്രീകരണ ആസൂത്രണവും പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാമീണ വികസനവും വികേന്ദ്രീകരണ ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ്. അതുപോലെ തന്നെ ജനകീയ പദ്ധതി, ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഏത് പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ? സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷം ആഘോഷിച്ചപ്പോഴുള്ള പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ തന്നെ എന്താണ് വികേന്ദ്രീകൃത ആസൂത്രണം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത് തന്നെയാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചോദ്യത്തിനകത്തു നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഹരിത വിപ്ലവം. അപ്പം ഇനി നമുക്ക് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ചോദ്യങ്ങൾ PSC എല്ലാ എക്സാമിലും ഒരു ചോദ്യം എന്തായാലും മസ്റ്റാണ്. ഒന്നീ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തെ പറയുന്നു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ നമ്മൾ ഈ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, 1980 കാലഘട്ടത്തിലല്ലല്ലോ ആരംഭിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഹരിത വിപ്ലവം വരുന്നത്. ഡോക്ടർ MS സ്വാമിനാഥനാണ് നയിച്ചത് അല്ലേ? MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവത്തെ നയിച്ചത്. അതുപോലെ തന്നെ രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു. ശരിയല്ലേ? രാസവളത്തിൻ്റെയും കീടനാശിനികളും ഒക്കെ ഉപയോഗം വർദ്ധിച്ചു. അതുപോലെ തന്നെ അത്യാധുനിക വിത്തനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഹരിത വിപ്ലവം നടപ്പാക്കിയത്. അപ്പോൾ അതിൽ എന്താണ് ഓപ്ഷൻ 2 ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ആൻസർ എന്താണ്? C ആണ്. 2 ശരിയല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ,
പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടൊരു 3-4 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന 4 ചോദ്യങ്ങൾ കഴിയുമ്പോൾ തന്നെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. നമ്മുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയതിൽ യോജിക്കാത്ത പ്രസ്താവനകളായിട്ടാണ് കൂടുതലും ഹരിത വിപ്ലവത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായി പഠിക്കണം. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ വായിച്ച് വലുതാണെന്ന് വിചാരിച്ച് വിടരുത്. കൃത്യമായി അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യത്തേത് എന്താ? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. നമ്മൾ മുന്നേത്തെ ക്വസ്റ്റ്യനും കണ്ടതാണ് അല്ലേ? അപ്പം ചോദ്യങ്ങളെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു പ്രയോജനമാണ്. സെയിം പാറ്റേണിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഹരിത വിപ്ലവത്തിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. 2, ഹരിത വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടം ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ് എന്നുള്ളതാണ്. നമുക്ക് പരിശോധിക്കാം. കാലഘട്ടം നമുക്ക് നോക്കാം. 3ാമത് എന്താണ്? ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി അല്ലേ? നമ്മൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിക്കുന്നു, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു സ്വയം പര്യാപ്തത ആ മേഖലയിൽ വരികയാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് എന്താ? ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയായിരുന്നു? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ളൊരു അന്തരം എന്ത് ചെയ്തു? വർദ്ധിപ്പിക്കാൻ ഇത് കാരണമായി എന്നുള്ളതൊരു പരിമിതിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഹരിത വിപ്ലവം 2 ഘട്ടമായിട്ടാണ് നടപ്പാക്കിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് 2 ഘട്ടമായിട്ട് നടപ്പാക്കിയ ഹരിത വിപ്ലവത്തിൻ്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് 1960 പകുതി മുതൽ 1970 പകുതി വരെയാണ്. ഓക്കെ, അപ്പോൾ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്താണ്? 60-ൻ്റെയും 70-ൻ്റെയും പകുതിയിലാണ് എന്ത് വരുന്നത്? 1960 പകുതി 70 പകുതി, ഏകദേശം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ 1ാമത്തെ ഘട്ടം വരുന്നത്. 2ാമത്തെ ഘട്ടം വരുന്നത് 70-80 പകുതി വരെയാണ്. 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഇത് നിങ്ങൾക്ക് 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് 11ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൃത്യമായിട്ട് തന്നെ ആ കാലഘട്ടമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ്, അതേ പോയിന്റുകൾ തന്നെയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ B നോക്കൂ. എന്താണ്? 2ാം ഘട്ടം 60-ൻ്റെയും 70-ൻ്റെയും പകുതി എന്നുള്ളത് തെറ്റാണ്. അത് 1ാം ഘട്ടമാണ്. 2ാം ഘട്ടം എന്താണ്? 70-ൻ്റെയും 1970-ൻ്റെയും 1980-ൻ്റെയും പകുതി വരെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. കണ്ടോ, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് തെറ്റാണ് അല്ലേ? നമ്മൾ ശരിക്കും കൃത്യമായിട്ട് ആ കാലഘട്ടം നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കറിയില്ല അത് തെറ്റാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൃത്യമായിട്ട് വായിക്കുക. വായിച്ചിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്തതും എന്ത് തന്നെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ്, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയല്ലേ? നമ്മൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ കാർഷികത്തിലുള്ള വർധനവ് കൂടി ആണല്ലോ. അടുത്തത് എന്താ? ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അല്ലേ? നമ്മൾ കൂടുതലായിട്ട് ഇവിടെ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ നടത്തി നമുക്കൊരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവത്തിന് സാധിച്ചു. അടുത്ത എന്താണ്? ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ആണല്ലോ, ജലസേചന സൗകര്യങ്ങൾ കൂട്ടി, പുതിയ പുതിയ വിത്തിനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്തത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചോ? ഇല്ല. എന്നാണ്? 3 അപ്പം തെറ്റാണ്. 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് Bയും Cയും വായിച്ചാൽ ഏകദേശം ഒരുപോലെ തന്നെ തോന്നും. പ്രസ്താവന 1, 2, 3 ശരിയാണ് അല്ലേ? 1, 2, 3 ശരിയാണ്. എന്താണ്? ഓപ്ഷൻ C പറയുന്നത് 1, 2, 3 ശരിയാണ്, 4 തെറ്റാണെന്നുള്ളതാണ്. നമുക്ക് തൽക്കാലം ഓപ്ഷൻ C ആണ്. 1, 2, 3 ശരിയാണ്, 4ാമത്തെ ഓപ്ഷൻ
തെറ്റാണ് എന്ന് കൃത്യമായി PSC പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് ഈ നിങ്ങളിപ്പോൾ കൃത്യമായിട്ട് ഓപ്ഷൻസ് ഒന്നും നോക്കണ്ട, പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് തെറ്റ് ശരി. അപ്പം നമ്മൾ ആ ഒരു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കുക. 1-ാം പഞ്ചവത്സര പദ്ധതി അല്ല, 3 ആണ്. അപ്പം അത് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. ഒന്നെന്താ പറയുന്നത്? എ പറയുന്നു ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. അല്ലേ, നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്തു? കൂടുതൽ വർധന ഉണ്ടായി, അപ്പം ക്ഷാമം ഇല്ലാതെയായി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മറ്റെന്താ? ബി എന്താ? സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ശരിയല്ലേ? പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു, ഉൽപ്പാദനം വർദ്ധിച്ചു. ധാന്യശേഖരം വർദ്ധിച്ചു, വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പം നമുക്ക് വിദേശത്തുനിന്ന് ഒരുപാട് ആശ്രയിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിൻ്റെ എന്തെന്ന് പറയുന്നത്? നേട്ടങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്താണെന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദന വർധനവ്. നമ്മൾ ഈ നേട്ടങ്ങളും പരിമിതികളും ഒക്കെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നേട്ടങ്ങൾ ഈ പോയിന്റ്സ് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, അതുപോലെ തന്നെ എന്താണ്? സ്വയം പര്യാപ്തത ഉറപ്പാക്കി, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കുറഞ്ഞു, ഇറക്കുമതിയും ഭക്ഷ്യസഹായത്തിലുള്ള ആശ്രയത്വവും കുറഞ്ഞു. അല്ലേ, ഉൽപ്പാദനം വർദ്ധിച്ചപ്പോൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. എന്താണ്? ഒരുപാട് സാധനങ്ങളെ നമ്മൾ ഒരുപാട് ഉൽപ്പാദനം കൂടിയപ്പോൾ വിലയിൽ വ്യത്യാസമുണ്ടായി, വിലക്കുറവുണ്ടായി. അതുപോലെ തന്നെ ഇല്ലാത്ത സമയത്തല്ലേ ഈ പറയുന്ന ആളുകൾ പൂഴ്ത്തിവെപ്പൊക്കെ ചെയ്യുന്നത്. അത് കരിഞ്ചന്ത വില കൂട്ടി വെക്കുന്നതൊക്കെ മാറി എന്ത് ചെയ്യാണ്? കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഒക്കെ മാറ്റി എന്ത് ചെയ്തു? കൂടുതൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ട് തുടങ്ങി. ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായിട്ട് ലഭ്യമായി തുടങ്ങി. അതുപോലെ തന്നെ ഇറക്കുമതിയും ഭക്ഷ്യസഹായത്തിലുള്ള ആശ്രയത്വവും കുറഞ്ഞു. ഇതാണ് പ്രധാനമായും നമ്മുടെ നേട്ടങ്ങൾ. പരിമിതികളുണ്ട്. നമ്മൾ മുമ്പേ തന്നെ ഒരു പരിമിതിയെക്കുറിച്ച് പറഞ്ഞു. അന്തരം വർദ്ധിച്ചു. വൻകിട കർഷകരും ചെറുകിട കർഷകരുമായിട്ടുള്ളവരുടെ അന്തരം വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു പരിമിതിയായി പറഞ്ഞു. അപ്പം എന്തൊക്കെയാണ്? ജലം അമിതമായി ഉപയോഗിച്ചത് വഴി ഭൂഗർഭജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറഞ്ഞു. അപ്പം ജലസേചന സൗകര്യം എന്തായാലും വേണം. അപ്പം എന്ത് ചെയ്തു? അമിതമായി ജലത്തിൻ്റെ ഉപയോഗം കൂടി. അങ്ങനെ ഭൂഗർഭജലത്തിൻ്റെ എന്ത് ചെയ്തു? അളവിൽ കുറവുണ്ടായി. മറ്റൊന്ന്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം മണ്ണിൻ്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠിത കുറച്ചു. അല്ലേ, നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കീടനാശിനികൾ അതുപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിച്ചപ്പോൾ മണ്ണിൻ്റെ സ്വാഭാവികതയായിട്ടുള്ള ഒരു ഫലഭൂയിഷ്ഠിത കുറഞ്ഞു. അതൊരു പരിമിതിയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു പരിമിതിയാണ്, ചെറുകിട കർഷകരും വൻകിട കർഷകരും എന്ത് ചെയ്തു? അന്തരം വർദ്ധിച്ചു. ഈ പറയുന്ന വൻകിട കർഷകർക്കൊക്കെ ഒരുപാട് കീടനാശിനികൾ രാസവളങ്ങൾ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവിടെ പ്രൊഡക്ഷൻ കൂട്ടി. അപ്പം പ്രൊഡക്ഷൻ കൂട്ടിയപ്പോഴത്തേന് എന്ത് ചെയ്തു? ആ അന്തരം കുറച്ചും കൂടി വർദ്ധിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും. ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്തത് ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായി വന്ന നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യം. നീതി ആയോഗും പഞ്ചവത്സര പദ്ധതി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗാണ്. നമുക്കതിനകത്ത് ഓപ്ഷനൊന്നും ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ നീതി ആയോഗാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അത് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. ഔദ്യോഗികമായി നീതി ആയോഗ് അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 2015 ജനുവരി 1 അപ്പോൾ ആ കാര്യം ക്ലിയർ ആണല്ലോ. ഈ രണ്ട് കാര്യങ്ങളും PSC മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്, നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ്. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നീതി ആയോഗ് വന്നത് എന്നാണ്? 2015 നീതി ആയോഗ് നിലവിൽ വരുന്നത്.
അപ്പം നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും ആരാണ്? നരേന്ദ്രമോദിയാണ്. ഓക്കെ, അപ്പം നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്താ നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷനും നിലവിലെ അധ്യക്ഷനും. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം അധ്യക്ഷൻ ആരാണെന്നുള്ളത് ചോദിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന മറ്റൊരു ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സിൽ വരുന്ന ചോദ്യമാണ്, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്നുള്ളത്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി, അരവിന്ദ് പനഗിരിയ, നരേന്ദ്രമോദി ഇവരൊന്നുമല്ല. ഇദ്ദേഹം അധ്യക്ഷനാണ്. അരവിന്ദ് പനഗിരിയ ആരാണ്? നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സുമൻ കെ ബെറിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ. അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയാണ്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിൻ്റെ നിലവിലെ സിഇഒയെ കൂടി നമുക്കറിയാം. നിലവിലെ സിഇഒ ആരാണ്? BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യമാണ് നിലവിലെ സിഇഒ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഥമ സിഇഒ സിന്ധുശ്രീ ഖുള്ളറാണ്. സിന്ധുശ്രീ ഖുള്ളറാണ് നീതി ആയോഗിൻ്റെ പ്രഥമ സിഇഒ. അപ്പം ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ പോർഷനിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് ഏത്? ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആരാണ്? നമ്മൾ പറഞ്ഞു എന്താണ്? റിസർവ് ബാങ്ക് ഗവർണർ, ഉപരാഷ്ട്രപതി, ധനമന്ത്രി, പ്രധാനമന്ത്രി. നമ്മൾ അതൊന്നും നോക്കണ്ട, നമ്മൾ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആരാണ്? പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ. ഓക്കെ, ഇപ്പം നീതി ആയോഗുമായി ബന്ധപ്പെട്ടും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചൊരു ചോദ്യമാണ് നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന. അപ്പം നീതി ആയോഗിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. ശരിയോ തെറ്റോ? ശരിയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. പ്ലാനിംഗ് കമ്മീഷൻ പോലെ നീതി ആയോഗിനും സ്ഥിരമായ 5 വർഷത്തെ കാലാവധി ഉണ്ട്. ഇല്ല, അത് തെറ്റാണ് അല്ലേ? 5 വർഷത്തെ കാലാവധി ഇല്ല അല്ലേ? പ്ലാനിംഗ് കമ്മീഷൻ 5 വർഷം, ഓരോ വർഷം 5 വർഷം കൂടുമ്പോഴും ഓരോ 1, 2, 3 അങ്ങനെ പോയി. പക്ഷെ നീതി ആയോഗിന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഓക്കെ, അടുത്ത എന്താണ്? നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താ? നീതി ആയോഗ് ഒരു സ്വയം ഭരണഘടനാ സ്ഥാപനമാണ്. അത് തെറ്റാണ്. നീതി ആയോഗ് ഒരു സ്വയം ഭരണഘടനാ സ്ഥാപനമല്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 1ഉം 3ഉം ശരിയാണ്. 1, 3ഉം ശരി, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പം ഇതിന് കാലാവധി അങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു കാലാവധി ഇല്ല, 5 വർഷത്തെ കാലാവധി ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഭരണസമിതിയുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തായാലും ചെയർപേഴ്സൺ ആണല്ലോ, അപ്പോൾ അദ്ദേഹം ഉണ്ടാകും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ ഡൽഹി, പുതുച്ചേരി പോലെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എന്തുണ്ടാവും? നിയമസഭയുള്ള കേന്ദ്രപ്രദേശങ്ങളിലെ ഡൽഹി, പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിമാർ നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയാണ്. ഓക്കെ, അപ്പം അവിടുത്തെ മുഖ്യമന്ത്രിമാർ കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാർ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്, അനൗദ്യോഗിക മെമ്പർ, ഉപാധ്യക്ഷൻ ഉണ്ടല്ലോ. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ എന്തായാലും ഭരണസമിതിയിൽ ഉണ്ടാവും. നീതി ആയോഗിൻ്റെ ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, പ്രത്യേകം ക്ഷണിതാക്കൾ. ഇതിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനെ ഓർത്ത് വെച്ചിരിക്കുക, പ്രധാനമന്ത്രി ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ, അതുപോലെ തന്നെ അതായത് നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അല്ലാത്തടത്ത് ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നീതി ആയോഗിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് നീതി ആയോഗുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, വാദവും കാരണവും ചോദിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് എക്സാം, ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യമാണ് കേട്ടോ. ഓക്കെ, നീതി ആയോഗ് താഴെ തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. ആണല്ലോ, നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സാമ്പത്തിക മേഖലയിലെ താഴെ തട്ടിലുള്ള വരെയുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനമാണ്. അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയായിട്ടുള്ളൊരു വാദം തന്നെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന വാദം ശരിയാണ്. അപ്പോൾ അതിന് കാരണം പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഉണ്ടോ? നീതി ആയോഗിനാണോ അധികാരം? അല്ല. അപ്പം
നീതി ആയോഗിനല്ല, ഭരണഘടനാപരമായിട്ട് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാനുള്ള അധികാരം ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് കമ്മീഷനാണ് ആ പറയുന്ന അധികാരം, നീതി ആയോഗിനല്ല. അതുകൊണ്ട് ഈ ഒരു കാരണം തെറ്റാണ്. ഓപ്ഷൻ സി എ ശരിയാണ്, പക്ഷെ ആർ തെറ്റാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു അല്ലേ. നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന നിയമനങ്ങൾ പഠിച്ചു, അതിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പറിനെ, ചെയർപേഴ്സണെ പഠിച്ചു, നീതി ആയോഗിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിച്ചു, അത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. ഈ പറയുന്ന ചോദ്യവും നീതി ആയോഗുമായി ബന്ധപ്പെട്ടാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ അല്ലെ. ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചൊരു ചോദ്യം കൂടിയായി. ഇതും കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. ഇന്ത്യയുടെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ? 15 ചോദിച്ചാൽ NK സിംഗ് ആണ്, നന്ദകിഷോർ സിംഗ് ആണ് 15ാമത്തെ ധനകാര്യ കമ്മീഷൻ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദ് പനഗരിയാണ്. നമ്മുടെ നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ അരവിന്ദ് പനഗിരിയാണ് ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ഓക്കെ ആണല്ലോ. അപ്പം അത് ഓർത്ത് വെച്ചിരിക്കുക. 16ാമത് 16th ഫിനാൻസ് കമ്മീഷൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് അതിൻ്റെ ചെയർമാൻ എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ വിവിധ മേഖലകൾ, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നോക്കി. പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതുവരെ, അതായത് ഈ ഒരു കാലം 2025 PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഫാക്റ്റുകൾ, റിലേറ്റഡ് ഫാക്റ്റുകൾ ഡിസ്കസ് ചെയ്തു. നീതി ആയോഗുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന 5 മേഖലകളുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ അടുത്ത ഭാഗങ്ങളുമായിട്ട്, അടുത്ത പ്രധാനപ്പെട്ട മേഖലകളുമായിട്ട് നമുക്ക് കാണാം.